കല്ലൂപ്പാറ പാളത്തൈരിന്റെ പെരുമ വിളിച്ചോതി വിത്തുവേലിച്ചന്ത സംഘടിപ്പിച്ചു. മണിമലയാറിന്റെ തീരത്ത് കല്ലൂപ്പാറയുടെ കാർഷിക പാരമ്പര്യം വിളിച്ചോതിയ വിത്തുവേലിച്ചന്ത കർഷക തൊഴിലാളിയായ VS പാപ്പച്ചനും പഞ്ചായത്തിലെ കുട്ടിക്കർഷകയായ ദിയയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കല്ലൂപ്പാറ കറുത്ത വടശ്ശേരിക്കടവ് പാലത്തിന് സമീപം മണിമലയാറിന്റെ തീരത്ത് കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്തിന്റെയും കല്ലൂപ്പാറ അഗ്രികൾച്ചറൽ ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രണ്ടാമത് വിത്തുവേലിച്ചന്ത സംഘടിപ്പിച്ചത്. നാടൻ കന്നുകാലികൾ, നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ, മത്സ്യങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി വിത്തുകൾ, ചെടികൾ, അടുക്കള ഉപകരണങ്ങൾ തുടങ്ങിയവയുടെയെല്ലാം വിപുലമായ പ്രദർശനവും വിപണനവും ഒരുക്കിയ വിത്തുവേലിച്ചന്ത സന്ദർശകർക്ക് ഒരു ഗ്രാമീണ വ്യാപാര കേന്ദ്രത്തിലെത്തിയ അനുഭവമാണ് സമ്മാനിച്ചത്. വിത്തുവേലിച്ചന്തയുടെ പ്രധാന ആകർഷണമായ കല്ലൂപ്പാറ പാളത്തൈര് ഉദ്ഘാടനം ചെയ്തതിന് പിന്നാലെ തന്നെ വിറ്റുപോയത് വൈകിയെത്തിയ സന്ദർശകർക്ക് നിരാശയ്ക്കും ഇടയാക്കി. വരും വർഷങ്ങളിൽ കൂടുതൽ പാളത്തൈര് സംഭരിക്കാൻ ശ്രദ്ധിക്കുമെന്ന് കല്ലൂപ്പാറ അഗ്രികൾച്ചറൽ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് പ്രൊമോട്ടേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ലൈജു എബ്രഹാം പറഞ്ഞു. ഇങ്ങനെയൊരു കാർഷിക വിപണന മേള ഇവിടെ നടത്തുന്നത് കഴിഞ്ഞ വർഷത്തെ നടത്തിയ വിപണന മേള വൻ വിജയമായതിനെ തുടർന്നാണ് വീണ്ടും ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയും കൃഷിക്കും കർഷകർക്കും പ്രാധാന്യം നൽകത്തക്ക രീതിയിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ, നാടൻ ഉൽപ്പന്നങ്ങളാണ് ഈ മേളയിൽ പ്രധാനമായിട്ടുള്ളത്. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെയല്ല, ഈ പഞ്ചായത്തിന് പുറത്തു നിന്നൊക്കെ അനേക ആൾക്കാർ ഈ മേളയിൽ സന്ദർശിക്കുന്നുണ്ട്. കാരണം ഇപ്പം ഇതുപോലെയുള്ള മേളകൾ പല സ്ഥലങ്ങളിലും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേക ഒരുക്കങ്ങൾ നടത്തി ഇത് ചെയ്തത്. പ്രത്യേകിച്ച് ഇപ്രാവശ്യം ഞങ്ങളൊരു പ്രത്യേകത, പാളത്തൈര് അതിപ്പം അന്യം നിന്ന് പോയൊരു സാധനമാണ്. അപ്പം ഞങ്ങൾ തന്നെ പാള കുത്തി അതിനകത്താണ് ഈ സാധനങ്ങൾ കൊടുക്കുകയും പെട്ടെന്ന് തന്നെ ആ സാധനങ്ങൾ ഇവിടെ വിറ്റുപോയി. അപ്പൊ അടുത്ത വർഷം നമ്മൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് കൂടുതൽ ഉൽപ്പന്നങ്ങളും ഈ പാളത്തൈര് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഉദ്ഘാടകരായ VS പാപ്പച്ചനും കുട്ടിക്കർഷക ദിയയ്ക്കും വിത്തുവേലിച്ചന്ത വേറിട്ട അനുഭവമായി. പഞ്ചായത്തിലെ മികച്ച കുട്ടിക്കർഷകയാണ് ദിയ. സ്വന്തമായി കൃഷിഭൂമി ഇല്ലെങ്കിലും 40ലേറെ വർഷങ്ങളായി കർഷക തൊഴിലാളിയായി ജോലി നോക്കുന്ന പാപ്പച്ചന്റെ വിയർപ്പിൽ വിളഞ്ഞ അന്നം നൂറുകണക്കിന് ആളുകളുടെ വിശപ്പകറ്റിയിട്ടുണ്ട്. തന്നെ ഉദ്ഘാടകനായി ക്ഷണിച്ചതിൽ പാപ്പച്ചനും ഏറെ സന്തുഷ്ടനാണ്. സ്വന്തമായി വസ്തുവൊന്നുമില്ലെങ്കിൽ മറ്റുള്ളവരുടെ പുനർപ്രതിഷ്ഠ ചെയ്യാണ് എൻ്റെ പണി. ഇന്നും എനിക്ക് പണിയുണ്ടായിരുന്നെങ്കിലും ഞങ്ങളുടെ ഈ സ്ഥലത്ത് 7ാം വാർഡിൽ ഒരു വിത്തുവേലിച്ചന്ത ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വളരെ പേരോ പ്രശസ്തിയൊന്നുമില്ലായിരുന്നു. ഈ വർഷം മുൻ വർഷത്തെ അപേക്ഷിച്ച് വളരെയധികം ജനങ്ങൾ കൂടുകയും ഒപ്പം പലവിധമായ വിത്തുവേലികളൊക്കെയും വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ പ്രസിദ്ധി കേട്ട പഴയ നമ്മുടെ തൈർ പാളത്തെ കമുകിൽ നിന്നും പാള എടുത്തുകൊണ്ട് വന്ന് തൈര് അളന്ന് അത് ജനങ്ങൾക്ക് നല്ല തൈര് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് കൂടി ഉണ്ടായിരുന്നു. അപ്രകാരം ഇത് ഓരോ വർഷം കഴിയുന്തോറും കൂടുതലായി ഇതിനൊരു ഉണർവുണ്ടാകട്ടെ. വിത്തുവേലിച്ചന്ത ഉദ്ഘാടനം ചെയ്യാൻ ഒരു ദിവസത്തെ പണി ഉപേക്ഷിച്ചാണ് പാപ്പച്ചൻ എത്തിച്ചേർന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വിത്തുവേലിച്ചന്തയിൽ കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കല്ലൂപ്പാറയുടെ കാർഷിക പാരമ്പര്യം ഉയർത്തിപ്പിടിച്ച് വിത്തുവേലിച്ചന്ത കൂടുതൽ ജനശ്രദ്ധ നേടട്ടെ എന്നും പാപ്പച്ചൻ ആശംസിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.